ജയിലിലാക്കാത്തതെന്ന് കടന്നാക്രമിച്ച് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി വല്ലാത്ത പോരാട്ടത്തിനാണ്. പക്ഷെ ഉത്തരേന്ത്യയിൽ പോയി സംഘപരിവാറിനെതിരെ എന്തെങ്കിലും പറയാൻ പേടിയാണ്. ഇവിടെ ആവുമ്പോൾ അത്യാവശ്യം പ്രതിപക്ഷ ബഹുമാനവും ഒക്കെ ഇടതുപക്ഷത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം. അഭിപ്രായ സ്വാതന്ത്ര്യവും പ്രതിപക്ഷ ബഹുമാനവും ഒക്കെ ഇടതുപക്ഷം ഉള്ളതുകൊണ്ട് നിലനിൽക്കുന്നതാണ് എന്ന് രാഹുൽ ഗാന്ധി ഓർക്കുന്നത് നന്നായിരിക്കും. ജനാധിപത്യപരമായി തെരഞ്ഞെടുത്ത കേരളത്തിലെ ആദ്യ ഭരണകൂടത്തെ കിരാത നിയമത്തിലൂടെ പുറത്താക്കിയ അപ്പനപ്പന്മാരുടെ പാരമ്പര്യം കൊണ്ടു നടക്കുന്നവരോട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? ഒരു കാര്യം ഉറപ്പാണ്, കോൺഗ്രസ് വല്ലാതെ അസ്വസ്ഥരാകുമ്പോഴാണല്ലോ തനി സ്വഭാവം പുറത്തു വരിക. പ്രതിപക്ഷ നേതാക്കളെ ED വേട്ടയാടുന്നു എന്നതാണ് കോൺഗ്രസിന്റെ ദേശീയ നിലപാട്. പക്ഷെ കേരളത്തിൽ മാത്രം ആ നിലപാടില്ല. ഇവിടെ ED ആയിട്ട് ചങ്സാണ് കോൺഗ്രസ്. EDയുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് കോൺഗ്രസിന്റെ നേതാക്കളാണ് എന്ന പരാതി സംഘികൾക്കുണ്ട് എന്നതാണ് സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിവരം. അല്ലേലും ഇവരൊക്കെ BJP ചേരുമ്പോൾ G എന്ന് വിളിച്ച് ബഹുമാനിക്കേണ്ടി വരില്ലേ എന്ന് കരുതി ക്ഷമിച്ചു പോകുന്നതാ. എന്നാലും എന്റെ രാഹുൽ ഗാന്ധി, നിങ്ങളൊരു ദേശീയ നേതാവല്ലേ? കേസുകാരുടെ നിലവാരത്തിലേക്ക് താഴണം. കേരളത്തിൽ മാത്രമല്ല, അരവിന്ദ് കെജ്രിവാളിനെതിരെ EDക്ക് പരാതി കൊടുത്തതും കോൺഗ്രസുകാരാണ്. അതിനുശേഷമാണ് ഒരു മുന്നണി ആയത്. അവസാനം പരാതി കൊടുത്ത കേസിൽ തന്നെ EDക്കെതിരെ സമരം ചെയ്യേണ്ട അവസ്ഥ കോൺഗ്രസിനുണ്ടായി. പ്ലീസ്, നിങ്ങൾ ഏതെങ്കിലും ഒരു നിലപാടിൽ നിൽക്കും. ഇടതുപക്ഷം അന്നും ഇന്നും ഒരു നിലപാട് തന്നെ. അതിപ്പോ രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും കേന്ദ്ര ഏജൻസികൾ വേട്ടയാടിയപ്പോഴായാലും ഇലക്ഷൻ അല്ല ഇടതുപക്ഷത്തിന്റെ നിലപാട് സ്വീകരിക്കാനുള്ള മാനദണ്ഡം.